അർത്ഥം മനസ്സിലായേ ഇല്ല. അതായത് നമ്മൾ ശരിക്കും സിക്കല്ല, പക്ഷെ ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഈയിടെ ഒരു ഇംഗ്ലീഷ് മൂവി ഇറങ്ങിയിട്ടുണ്ടായിരുന്നു, ബാബി. അത് വിൽ യു ബി കമ്മിങ് ഓ, ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആട്ടോ ഇന്നത്തെ ഒരു ടോപ്പിക്ക്. കുട്ടികളുടെ അടുത്തൊക്കെ ഇവർ ഈ വേർഡ് യൂസ് ഒക്കെ വെയിറ്റ് ചെയ്യുവാണ്. അതല്ലെങ്കിൽ ഹായ് ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പൊ ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ കുറച്ച് പ്രോമിസുകൾ ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലെ. അപ്പോൾ നമ്മൾ ഇന്ന് അങ്ങനെ ഒരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പൊ എന്നെ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കാണണം, ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആട്ടോ ഇന്നത്തെ ഒരു ടോപ്പിക്ക്. മുഴുവനായിട്ട് കണ്ട് സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ലൈക്ക് ചെയ്ത് നിങ്ങളുടെ ഫ്രണ്ട്സിനോ ഫാമിലിക്കോ ഒക്കെ ഉപകാരപ്പെടുവാണെന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്തും കൂടെ കൊടുത്ത് എന്നെയും കൂടെ ഒന്ന് ഇടയ്ക്ക് സപ്പോർട്ട് ചെയ്യണേ. അപ്പൊ നമുക്ക് സമയം കളയാണ്ട് തന്നെ വലിച്ചു നീട്ടാതെ പെട്ടെന്ന് തന്നെ വീഡിയോയിലോട്ട് പോകാം. നമ്മൾ ഇന്ന് കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഓസി സ്ലാങ്സിനെ പറ്റിയിട്ടാണ് കേട്ടോ പറയുന്നത്. അത് ഓസി സ്ലാങ് എന്ന് പറയുമ്പോൾ അത് ഓസ്ട്രേലിയയിൽ മാത്രമല്ല, അപ്പൊ ഞാൻ UK ഉണ്ടായിരുന്നപ്പോഴും കുറച്ച് ഇതുപോലത്തെ വേർഡ്സ് ഒക്കെ അവിടെയും കേട്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ പെർട്ടിക്കുലർലി ഇവിടെ മാത്രം കേൾക്കാൻ ചാൻസ് ഉള്ള കുറച്ച് വേർഡ്സും കൂടെ ഞാൻ ഇതിനകത്തേക്ക് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ പറയുമ്പോൾ നമുക്ക് മലയാളത്തിലും ഉണ്ട് അങ്ങനെയുള്ള കുറേ വാക്കുകൾ. അതായത് ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഒരു ആൺകുട്ടി പെൺകുട്ടി ബ്രേക്കപ്പ് ആയെന്ന് വിചാരിച്ചോ, ട്രെൻഡിങ് ആയിട്ടുള്ള സംഭവം തന്നെ എടുക്കാം. അപ്പോൾ അതിന് നമ്മൾ എന്താ പറയാ, തേപ്പ്, തേച്ചു, അല്ലെങ്കിൽ അവൻ അവളെ തേച്ചു, അവൾ അവനെ തേച്ചു എന്നുള്ള വാക്കുകൾ. പക്ഷെ മലയാളം ജസ്റ്റ് പഠിച്ചു വരുന്ന ഒരു ആള് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും നാട്ടിലുള്ള ഒരാൾക്ക് ഈ ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പക്ഷെ മനസ്സിലായിക്കോണമെന്നില്ല. കാരണം നമ്മൾ ഈ തേപ്പ് എന്നുള്ള വാക്ക് വേറെ എന്തിനൊക്കെ യൂസ് ചെയ്യും. നമ്മളിപ്പോ ഒരു ഭിത്തി സിമെന്റ് ഒക്കെ ഇട്ട് റെഡിയാക്കണേന് തേപ്പ് എന്ന് പറയും. അതല്ല തുണി അയൺ ചെയ്യണേന് തേപ്പ് എന്ന് പറയും. അപ്പൊ അതൊക്കെയാണ് നമ്മുടെ മനസ്സിൽ തേപ്പ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ തേക്കുക എന്നുള്ള. ഇതിന് ഇങ്ങനെയും കൂടെ ഒരു മീനിങ് ഉണ്ടാക്കിയെടുത്തത് ആരാന്നറിയില്ല, പക്ഷെ ഇപ്പോ അങ്ങനെയും കൂടെ ഒരു മീനിങ് ഉണ്ട്. അതേപോലെ തന്നെയാണ് ഇപ്പൊ ഒരാള് മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ പടായി, അവൻ പടായിട്ടോ എന്ന് പറയും. അത് നമ്മളുടെ ഓരോ നാട്ടിലും, അതായത് ഇപ്പൊ ഓരോ ജില്ലയിലും ഇതുപോലുള്ള കുറെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വേർഡ്സ് ഉണ്ടല്ലോ. സെയിം വേ ഇവിടെയും അങ്ങനത്തെ കുറെ വാക്കുകളുണ്ട്. അത് നമ്മൾ എത്ര OET IELTS തലകുത്തി കിടന്ന് പഠിച്ചാലും, ഇപ്പൊ IELTS ഒക്കെ 9 out of 9 സ്കോർ ചെയ്താൽ പോലും നമുക്ക് ജന്മത്ത് മനസ്സിലാവില്ല. കാരണം ഇതൊന്നും ഒരു ഡിക്ഷണറിയിലും ഉണ്ടാവില്ല. അപ്പൊ അങ്ങനെയുള്ള കുറേ വേർഡ്സ് ഉണ്ട് കേട്ടോ, ഒത്തിരി ഉണ്ട്. അതെല്ലാം കൂടെ ഇപ്പൊ ഞാൻ വീഡിയോ ഒക്കെ നിന്നിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ 1 മണിക്കൂറിലൊന്നും തീരില്ല. അപ്പൊ ഞാൻ മാക്സിമം നമുക്ക് ഡെയിലി ലൈഫിൽ കേൾക്കാനായിട്ട് ഇടയാവുന്ന കുറച്ച് വേർഡ്സ് ആണ് ഇതിൽ ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത്. ഇത് നിങ്ങൾ ഓസ്ട്രേലിയയിലോട്ട് വരാനോ അല്ലെങ്കിൽ ഇവിടെ ഉള്ളവരോ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ മസ്റ്റ് ആയിട്ട് ഇത് വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണണം. കാരണം നിങ്ങൾ എന്തെങ്കിലും ഇന്നല്ലെങ്കിൽ നാളെ ഈ ഒരു വേർഡ് കേട്ടിട്ട് നിങ്ങൾ ഇതിപ്പോ എന്താ എന്ന് അന്തിച്ച് നിൽക്കുന്ന ഒരു സമയം ഉണ്ടാവും, അത് ഉറപ്പാണ്. അപ്പൊ നമുക്ക്, ഞാൻ പറഞ്ഞ പോലെ കുറേ വേർഡ്സ് ഉണ്ട്, പക്ഷെ എല്ലാം കൂടി എടുക്കാൻ പറ്റില്ല. അപ്പൊ ഞാൻ എപ്പോഴും നമുക്ക് കേൾക്കാൻ ചാൻസ് ഉള്ള കുറച്ച് വേർഡ്സ് ആണ് കേട്ടോ എടുത്തേക്കുന്നത്. അപ്പൊ നേരെ നമുക്ക് ഫസ്റ്റ് വേർഡ്, മൊത്തം വേർഡായിട്ട് ഞാൻ എടുത്തേക്കുന്നത് എന്താണെന്നറിയോ, ബ്രേക്കി. ബ്രേക്കി എന്നുള്ളൊരു വാക്ക് കേൾക്കുകയാണെങ്കിൽ നമ്മൾ എന്താ വിചാരിക്കുക, ബ്രേക്ക് ആയിരിക്കും എന്ന് വിചാരിക്കില്ലേ? ഞാനും ആദ്യം അങ്ങനെ തന്നെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോ പക്ഷെ ബ്രേക്കി എന്നിവർ ഉദ്ദേശിക്കുന്നത് ബ്രേക്ക്ഫാസ്റ്റ് ആണ് കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റ് എന്നാണ് ബ്രേക്കി എന്നുള്ള ആ ഒരു വേർഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്പർ 1 കഴിഞ്ഞേ. ഇനി നമ്പർ 2 ആണ് നമ്മൾ ജന്മത്ത് വിചാരിക്കില്ല എന്താന്നുള്ളത്, ആവോ, ARVO, ആർവോ. ആർവോ എന്ന് കേട്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്താ വിചാരിക്കുക, നമുക്ക് ഒന്നും മനസ്സിലാവില്ല. ഫസ്റ്റ് ടൈം നമ്മൾ ഈ ഒരു വേർഡ് കേൾക്കുകയാണെന്നുണ്ടെങ്കിൽ സത്യമായിട്ട് നമുക്ക് ഒന്നും മനസ്സിലാവില്ല. പക്ഷെ ആർവോ എന്നുള്ളത് ഇവര് ആഫ്റ്റർനൂണിനാണ് ആർവോ എന്ന് ഉദ്ദേശിക്കുന്നത്. സോ ആവോ ഈക്വൽസ് ആഫ്റ്റർനൂൺ. അപ്പൊ അത് വെച്ചിട്ടൊരു സെന്റൻസ്, ടു ബി കമ്മിങ് ഓവർ ദിസ് ആവോ എന്ന് പറഞ്ഞ വിൽ യു ബി കമ്മിങ് ഓവർ ദിസ് ആഫ്റ്റർനൂൺ. അപ്പൊ ഈ ആഫ്റ്റർനൂൺ എന്നിവർക്ക് പറയാൻ മടിയായിട്ടാണ് ആർവോ എന്ന് പറയുന്നത്. മൂന്നാമതായിട്ട് നമുക്ക് ഈ ആർവോനെ തന്നെ കൂട്ടിയിട്ട് വേറൊരു സംഭവം പറയും. ഇപ്പൊ ഞാൻ പറഞ്ഞത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, വിൽ യു ബി കമ്മിങ് ഓവർ ദിസ് ആവോ. ആ ദിസ് എന്നുള്ളതിന് ആ ദിസ് ദി എന്നുണ്ടാവില്ല, അത് കേക്കില്ല നമുക്ക്. കാരണം ഇവരുടെ ഇംഗ്ലീഷ് അറിയാലോ, നമ്മളൊക്കെ എത്ര ട്രൈ ചെയ്താലും ആ ഒരു എന്താ അത് ആ ഒരു സ്ലാങ് നമുക്ക് കിട്ടില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ അത്രയും ട്രൈ ചെയ്യുന്നില്ല. പക്ഷെ ഞാൻ പറയാം, ഈ ദിസ് ആർവോ എന്നുള്ളത് ഇവര് പറയുമ്പോൾ നമ്മൾ കേൾക്കുന്നതെന്നറിയോ, ദിസ് ആർവോ, സാവോ, അങ്ങനെയായിരിക്കും കേൾക്കുക. അപ്പൊ നമ്മൾ വിചാരിക്കും ഇത് എന്താ ഇത്, ആർവോ നമുക്കറിയാം, പക്ഷെ ആർവോ അല്ലാതെ സാർവോ എന്നും കൂടെ ഇതിനകത്ത് വരാറുണ്ട്. അതായത് ദിസ് ആർവോ അത് കൂട്ടി പറയുമ്പോഴാണ് ഈ സാർവോ എന്നാവുന്നത് കേട്ടോ. വിൽ യു ബി കമ്മിങ് ദിസ് ആവോ,
അപ്പൊ ഈ ദി അവിടെ അധികം കേക്കില്ല ഇവര് പറയുമ്പോൾ. അപ്പൊ ആ ഒരു ഓ സാർവോ അങ്ങനെയായിട്ടാണ് നമുക്ക് കേൾക്കുക. പക്ഷെ അതും ഈ ആഫ്റ്റർനൂണിൽ നിങ്ങൾ വരുന്നുണ്ടോ എന്നുള്ളതാണ് ആ ഒരു ക്വസ്റ്റ്യൻ കൊണ്ട് അവർ ഉദ്ദേശിക്കുന്നത്. പിന്നെ ഇവർക്കുണ്ടല്ലോ ഈ എല്ലാത്തിന്റെയും അറ്റത്തൊരു ഓ സൗണ്ട് കൂട്ടുന്ന ഒരു പ്രവണതയും കൂടെ കണ്ടിട്ടുണ്ട്. അതായത് ഇപ്പൊ ഈവൻ അവര് പേര് പറയുകയാണെങ്കിൽ പോലും അതിന്റെ അറ്റത്തൊരു ഓ സൗണ്ട്. അടുത്ത വേർഡ് അതിനെക്കാട്ടിലും ഇൻട്രസ്റ്റിംഗ് ആണ്, സെർവോ. സെർവോ ഞാൻ പറഞ്ഞല്ലോ എല്ലാത്തിലും ഒരു ഓ ഉണ്ടാവുന്നു. അപ്പോ നാലാമത്തെ വേർഡ് അതാണ്, SERVO, സെർവോ. സെർവോ എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണെന്നറിയോ? പെട്രോൾ സ്റ്റേഷൻ. നമ്മൾ വിചാരിക്കും നമ്മളെന്താ സെർവോ എനിക്ക് തോന്നുന്ന ഈ എന്തോ എഞ്ചിൻ ഓയിലോ അങ്ങനെ എന്തോ ഒരു സംഭവം നമ്മുടെ നാട്ടിൽ ഇങ്ങനെ പരസ്യം കണ്ടിട്ടുണ്ട്. അതാണ് സെർവോ ആയി എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോ അതാണ് ഞാൻ കേട്ടേക്കുന്ന സെർവോ. പക്ഷെ ഇവര് ഉദ്ദേശിക്കുന്നത് നമ്മൾ ഈ പെട്രോൾ അടിക്കുന്ന സ്ഥലം അല്ലെങ്കിൽ സർവീസ് സ്റ്റേഷൻ എന്നൊക്കെയുള്ള അർത്ഥത്തിലാണ് ഈ സെർവോ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരു എക്സാമ്പിൾ പറയുവാണെങ്കിൽ, I'll be going to the servo this hour. എങ്ങനെയുണ്ട്? കൊള്ളാം അല്ലേ? I'll be going to the servo this hour. അതായത് ഈ ആഫ്റ്റർനൂണ് ഞാൻ പെട്രോൾ സ്റ്റേഷനിൽ അല്ലെങ്കിൽ സർവീസ് സ്റ്റേഷനിൽ പോകുന്നുണ്ട്. അതാണ്. നിങ്ങൾക്ക് ബോറടിക്കുന്നുണ്ടോ? ബോറടിക്കുന്നുണ്ടെങ്കിൽ ഒരു ബ്രേക്ക് എടുത്തോളൂ. എൻ്റെ സബ്സ്ക്രൈബ് ബട്ടണും ലൈക്ക് ബട്ടണും അടിച്ചു പൊട്ടിച്ചോ. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയറും കൂടെ ചെയ്ത് കൊടുക്കുക. അപ്പൊ അഞ്ചാമത്തെ വേർഡിലോട്ട് പോകും. അത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ് കേട്ടോ. മോസി. MOZZE. മോസി. മോസി എന്ന് കേട്ട് കഴിഞ്ഞാൽ നമ്മൾ എന്താ വിചാരിക്കുക? നമ്മൾ ഹിന്ദി സംസാരിക്കുന്ന ആളാണെങ്കിൽ നമ്മൾ മോസി എന്ന് പറയുന്നത് ആന്റിക്കാണ് അല്ലെ. പക്ഷെ ഇത് മോസി. മോസി എന്ന് ഉദ്ദേശിക്കുന്നത് മോസ്കിറ്റോ, നമ്മുടെ കൊതുക്. സ്വപ്നത്തിൽ വിചാരിക്കുക നമ്മൾ അതൊക്കെ എങ്ങനെയാണെന്ന് ഉദ്ദേശിക്കുന്നത്. ദ മോസ് ഈസ് ഓൾവേസ് റൂയിൻ ദി സമ്മർ പാർട്ടീസ്. കൊതുക് സമ്മറിലാണല്ലോ കൊതുക് കൂടുതൽ ഉണ്ടാവുക. അപ്പൊ അതുകൊണ്ടാണ് ഉദ്ദേശിക്കുന്നത്. ഇവിടെ അങ്ങനെയാണ് അവർ പറയുന്നത്. സമ്മർ പാർട്ടീസ് ഓൾവേസ് മോസീസ് നശിപ്പിക്കും. അതാണ് മോസീസ്. അപ്പൊ അഞ്ചാമത്തെ വേർഡ്. അടുത്ത ഇൻട്രസ്റ്റിംഗ് വേർഡ് കേട്ടോളൂ. ഇവിടെ ഉണ്ടല്ലോ ഇങ്ങനെ നമുക്ക് UK ഉള്ള പോലെ എല്ലാ സൂപ്പർ മാർക്കറ്റിലും ഒന്നും മറ്റേ കുപ്പികൾ കിട്ടാറില്ല. കുപ്പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ ഹോട്ട് ഡ്രിങ്ക്സ് ഉണ്ടാവില്ല. അപ്പൊ അതിന് വേണ്ടിയിട്ട് സെപ്പറേറ്റ് ബോട്ടിൽ ഷോപ്പുകളുണ്ട്. അപ്പൊ അതിന് ബോട്ടിൽ ഷോപ്പ് എന്ന് പറയാനായിട്ട് ഇവർക്ക് ഭയങ്കര മടിയാണ് ഗൈസ്. അതുകൊണ്ട് ഇവർ യൂസ് ചെയ്യണത് എന്താണെന്നറിയോ? ബോട്ടിലോ. ബോട്ടിൽ ഓ. അതിന്റെ കൂടെ, അതായത് ഈ കുപ്പിയുടെ കൂടെ ഒരു ഓയും കൂടെ ചേർക്കും. ബോട്ടിൽ ഓ, ബോട്ടിലോ, ബോട്ടിലോ. അത് ഇവര് പറയുമ്പോൾ ഭയങ്കര സ്പീഡിലാണ് പറയുന്നത്. അപ്പൊ ബോട്ടിലോ എന്ന് ഉദ്ദേശിക്കുന്നത് ബോട്ടിൽ ഷോപ്പ് അല്ലെങ്കിൽ ലിക്കർ ഷോപ്പിനാണ് ബോട്ടിലോ എന്ന് ഉദ്ദേശിക്കുന്നത്. Are you coming to the bottle of this hour? എങ്ങനെയുണ്ട്? ഞാൻ എൻ്റെ സെന്റൻസ് ഒക്കെ ഉണ്ടാക്കി നോക്കുക കേട്ടോ. പക്ഷെ എത്ര നമ്മൾ ട്രൈ ചെയ്താലും ആ ഒരു ഇതിലേക്ക് വരില്ല. നമ്മൾ എത്ര സ്പീഡിൽ പറഞ്ഞാലും ആ ഒരു സ്റ്റൈലിലേക്ക് ആവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അല്ലെങ്കിൽ അത്രയും നമ്മൾ ഇംഗ്ലീഷിൽ അത്രയ്ക്ക് പുലികളായിരിക്കണം. എനിക്ക് അത്രയും പറ്റില്ല. പക്ഷെ ഞാൻ ഇതിന്റെയൊക്കെ മീനിങ്സ് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. അതേപോലെ തന്നെ ഇത് കേട്ട് കഴിയുമ്പോൾ നെക്സ്റ്റ് ടൈം നിങ്ങൾക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കാനും കൂടെ പറ്റും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എന്താ അറിയോ, ഞങ്ങള് ഇവിടെ നമുക്കറിയാലോ സമ്മറൊക്കെ ആയതുകൊണ്ട് തന്നെ ഇവിടെ ഒരുപാട് സ്വിമ്മിംഗ് പൂൾസ് ഒക്കെ ഉണ്ട്. ഇപ്പൊ നമുക്ക് ഈ അപ്പാർട്ട്മെന്റിന്റെ തന്നെ സ്വിമ്മിംഗ് പൂൾ ഒക്കെ ഉണ്ട്. അപ്പൊ നമ്മളിങ്ങനെ സ്വിം വെയർ വാങ്ങിക്കാനായിട്ട് കടയിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് ഫസ്റ്റ് ടൈം ഞാൻ ഈ ഒരു വേർഡ് കേൾക്കുന്നത്. അതായത് നമ്മൾ സ്വിം സ്യൂട്ട് എന്നൊക്കെയാണല്ലോ അവിടെ നമ്മൾ പറയുന്നത്, അല്ലെങ്കിൽ സ്വിം വെയേഴ്സ് അങ്ങനെ പറയുന്നത്. പക്ഷെ ഇവര് പറയണത് എന്താണെന്നറിയോ? ബേദേഴ്സ് അല്ലെങ്കിൽ ടോഗ്സ്, TOGS അല്ലെങ്കിൽ ബേദേഴ്സ് അങ്ങനെ. അപ്പൊ കടയിൽ ഞാനിങ്ങനെ ചോദിച്ചു അതെവിടെയാണ് ആ സ്റ്റേഷൻ, കാരണം അവിടെ എല്ലാം നോക്കിയിട്ട് കാണുന്നില്ല. അപ്പൊ ചോദിച്ചു കഴിഞ്ഞപ്പോ ഡു യു മീൻ ബേദേഴ്സ്? ബേദേഴ്സോ, അതെന്താ? അപ്പോഴാണ് മനസ്സിലായത് ബേദേഴ്സ് അല്ലെങ്കിൽ ടോഗ്സ് അല്ലെങ്കിൽ കോസി എന്നും പറയും, കോസി എന്നും പറയും. സ്വിം വെയറിനുള്ള, അതായത് നമ്മൾ വെള്ളത്തിലേക്ക് ഇറങ്ങുമ്പോൾ ഇടുന്ന ആ ഒരു ഔട്ട്ഫിറ്റിനാണ് ഇവര് ടോഗ്സ്, കോസി അല്ലെങ്കിൽ ബേദേഴ്സ് ഈ ഒരു 3 വേർഡ് യൂസ് ചെയ്യണത്. അപ്പൊ അത് ഒറ്റ ഇതായിട്ട് ഞാൻ കൊടുത്തേക്കാം കേട്ടോ. അടുത്തത് അതിനെക്കാട്ടിലും ഇൻട്രസ്റ്റിംഗ്, ബാർബി. ബാർബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്താ മനസ്സിലാവുക? ബാർബി നമ്മളുടെ പെൺപിള്ളേരൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു സാധനം, പാവ അല്ലെ? ആ ഒരു ബാർബി ഗേൾ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള. പിന്നെ ഈയിടെ ഒരു ഇംഗ്ലീഷ് മൂവി ഇറങ്ങിയിട്ടുണ്ടായിരുന്നു ബാർബി. അതൊക്കെയാണ് നമുക്ക് ബാർബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലേക്ക് വരുന്നത്. പക്ഷെ ഇവിടെ ഉണ്ടല്ലോ ബാർബിക്യൂ പാർട്ടീസ് ഒക്കെ നടത്തില്ലേ, ബാർബിക്യൂ എന്നുള്ളതാണ് ഈ ഒരു ബാർബി എന്നുള്ള ചുരുക്കപ്പേരിൽ വിളിക്കുന്നത്. അതിപ്പോ ബാർബിക്യൂ ആ ഒരു ഇവന്റിനെ തന്നെ വിളിക്കാം. അതല്ല, അത് ഉണ്ടാക്കുന്ന ആ ഒരു സാധനം ഉണ്ടല്ലോ,
ആ ഒരു ബാബിക്യൂ നമ്മൾ ഉണ്ടാക്കുന്ന ആ ഒരു സംഭവം, അതിനെയും ബാബി എന്നുള്ള പേരിൽ ഇവര് വിളിക്കാറുണ്ട്. അപ്പൊ ഇവര്, ഞാൻ പറഞ്ഞില്ലേ, ഇവര് മടിയന്മാരാണ്. ഇവര് മടിയന്മാരായതുകൊണ്ടാണ് അവർക്ക് ബാബിക്യൂ എന്ന് പറയാനായിട്ട് പറ്റില്ലാത്തതുകൊണ്ടാണ് ബാബി എന്ന് പറയുന്നത്. Are you coming to the Barbie ദിസാവോ? ശരിയാണല്ലോ അല്ലേ, എനിക്കറിയില്ല. ഞാനൊരു സെന്റൻസ് മേക്ക് ചെയ്യാനായിട്ട് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ എന്തെങ്കിലുമൊക്കെ ഇവിടെ സൈഡിൽ ഇങ്ങനെ ക്യാപ്ഷനായിട്ട് കൊടുക്കാൻ ശ്രമിക്കാം കേട്ടോ. എഡിറ്റ് ചെയ്യാൻ അത്രയും സമയം കിട്ടുമെന്ന് അറിയില്ല. പക്ഷെ അടുത്ത ഇൻട്രസ്റ്റിംഗ് വേർഡാണ് എസ്കി. എസ്കി എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണെന്നറിയോ? നമ്മൾ ഈ കൂളർ എന്നൊക്കെ പറയില്ലേ, അതായത് ഇപ്പൊ നമ്മൾ പുറത്ത് ലോങ് ഡ്രൈവ് ഒക്കെ പോവുകയാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ ഡ്രിങ്ക്സ് ഒക്കെ തണുത്ത് തന്നെ ഇരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന കൂളർ ബോക്സ് ഉണ്ടല്ലോ, അതായത് ട്രാവൽ ഫ്രണ്ട്ലി ആയിട്ട് നമുക്ക് ക്യാരി ചെയ്യാൻ പറ്റുന്ന ആ ഒരു സംഭവത്തിനാണ് ഇവർ എസ്കി എന്ന് പറയുന്നത്. അതിനൊരു സെന്റൻസ് പറയുവാണെങ്കിൽ മൈ ഫ്രണ്ട്സ് എസ്കി വാസ് ഫുൾ ഓഫ് സോഫ്റ്റ് ഡ്രിങ്ക്സ് ഓർ ഹോട്ട് ഡ്രിങ്ക്സ് ഓർ വാട്ട് എവർ ഇറ്റ് ഈസ്. അതാണ് എസ്കി. അപ്പൊ ഈ എസ്കി എന്ന് പറയുന്ന ഒരു ബ്രാൻഡ് നെയിം ആണെന്ന് പറയുന്നത്. അപ്പൊ അതിനൊരു എക്സാമ്പിൾ പറയാം. ഇപ്പൊ പാമ്പേഴ്സ്, നമ്മൾ പാമ്പേഴ്സ് എന്ന് ഉപയോഗിക്കുന്നുണ്ട്. പാമ്പേഴ്സ് ശരിക്കും ഒരു കമ്പനിയാണ് അല്ലെ. ആ ഒരു ബേബി ഡയപ്പേഴ്സ് അല്ലെങ്കിൽ ബേബി നാപ്കിൻസ് മേക്ക് ചെയ്യുന്ന ഒരു കമ്പനിയുടെ പേരാണ് ഈ പാമ്പേഴ്സ് എന്നുള്ളത്. പക്ഷെ നമ്മൾ ഏത് കമ്പനിയുടെ പാമ്പേഴ്സ് വാങ്ങിച്ച് യൂസ് ചെയ്താലും നമ്മൾ അതിന് എന്തെന്ന് പറയാ, പാമ്പേഴ്സ് തന്നെയല്ലേ പറയാ ഈ കുട്ടികൾക്കുള്ള നാപ്പീസിന്. അപ്പൊ അതുപോലെ, ഏകദേശം അതുപോലെ, ഇപ്പൊ എനിക്ക് ഈ ഒരു വേർഡ് കേട്ടപ്പോൾ എനിക്ക് അങ്ങനെ ഓർമ്മ വന്നത്, നമ്മൾ ഈ പാമ്പേഴ്സ് എന്നുള്ളത് കമ്പനി നെയിമാണ്. പക്ഷെ ആ ഒരു സ്നഗ്ഗി മീൻസ് അതുപോലെ തന്നെ സ്നഗ്ഗി ഒരു കമ്പനി നെയിമാണ്. പക്ഷെ അതാണ് നമ്മൾ ഏത് ബ്രാൻഡ് ആണെങ്കിലും നമ്മൾ ആ ഒരു വേർഡ് യൂസ് ചെയ്യില്ല. അപ്പൊ അതുപോലെയാണ് എസ്കി എന്നുള്ളത് ആ ഒരു കൂളർ ഉണ്ടാക്കുന്ന ഒരു കമ്പനിയുടെ പേരായിരുന്നു. പക്ഷെ ഇപ്പൊ അത് വൈഡ്ലി ആ ഒരു സംഭവത്തിന്, ആ ഒരു കൂളറിന് തന്നെ ഇവര് എസ്കി എന്നുള്ള വേർഡ്. കാൺ ബി സ്റ്റഫ്ഡ്. നമ്മൾ സ്റ്റഫ്ഡ് എന്നുള്ള ഉദ്ദേശിക്കുന്നത് എന്താ, നമ്മൾ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ കുത്തി നിറച്ചു എന്നൊക്കെയുള്ള രീതിയിലല്ലേ. പക്ഷെ കാൺ ബി സ്റ്റഫ്ഡ് എന്നുള്ള വേർഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് കാൺ ബി ബോതേർഡ്. അതായത് എനിക്കിപ്പോ എവിടെയെങ്കിലും പോകണം, അത് എനിക്കിപ്പോ വയ്യ, അങ്ങനെ നമ്മൾ പറയില്ലേ, എനിക്ക് വയ്യ, എനിക്കിപ്പോ അതിനെപ്പറ്റി ആലോചിക്കാൻ വയ്യ എന്നൊക്കെയുള്ള രീതിയിലുള്ള ഒരു ഫ്രേസാണ് കാൺ ബി സ്റ്റഫ്ഡ്. ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ he couldn't be stuffed going out this weekend with his friend. അപ്പോൾ he can't be bothered, അതാണ് ആ ഒരു can't be stuffed. അപ്പൊ നമ്മൾ ഇങ്ങനെ ഒരു വേർഡ് കേൾക്കുമ്പോൾ നമുക്ക് ആകെ കൺഫ്യൂഷൻ അടിക്കും, ഇതെന്താണ് ഇതുകൊണ്ട് ശരിക്കും ഇവർ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത്. അപ്പം അതാണ് can't be stuffed എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാൺ ബി ഒരുപാട് കേൾക്കാൻ ഇടയുള്ള ഒരു വേർഡാണ്. ഇത് ഞാൻ വന്നു കഴിഞ്ഞപ്പോൾ ഒരു സീനിയർ ആയിട്ടുള്ള ഒരു അമ്മച്ചിയുടെ അടുത്ത് നിന്ന് കേട്ടിട്ടുണ്ടായിരുന്നു. പുള്ളസിക്കി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണെന്നറിയോ, നമ്മൾ സിക്ക് വിളിക്കുന്നു എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അതായത് നമ്മൾ ശരിക്കും സിക്കല്ല, പക്ഷെ നമുക്ക് വേറെ എന്തെങ്കിലും പരിപാടി ഉണ്ട്, നമുക്ക് അതിന് വേണ്ടിയിട്ട് നമ്മൾ ജസ്റ്റ് ഒരു ഉടായ്പ സിക്ക് ലീവ് വിളിച്ച് പറയുന്നതിനാണ് പുള്ളസിക്കി എന്ന് പറയുന്നത്. അപ്പോ അതായത് ശരിക്കും നമ്മൾ അസുഖമായിട്ട് വന്നിട്ടല്ല, നമ്മളൊരു ഉടായ്പ സിക്ക് ലീവ് ഒക്കെ എടുക്കുന്നതിനാണ് ഇവിടെ ഉള്ളവര് പുള്ളസിക്കി എന്ന് വിചാരിച്ചു. ഗോ ടു വർക്ക് ബിക്കോസ് ഷി പുൾഡ് എ സിക്കി. ഷി ഡിഡ്ന്റ് ഗോ ടു വർക്ക് ബിക്കോസ് ഷി പുൾഡ് എ സിക്കി. അവള് ഇന്ന് വർക്കിന് പോയില്ല, അവളൊരു സിക്ക് വിളിച്ചു. ഷി പുൾഡ് എ സിക്കി ഓർ ഐ പുൾഡ് എ സിക്കി, ഐ പുൾ എ സിക്കി എന്നൊക്കെ പറയുന്നത് ഒരു സിക്ക്. അതിലും അടിപൊളിയാണ് ടാ. ടാ എന്താണെന്നറിയോ, ഞാനും ഇത് ഫസ്റ്റ് ടൈം കേട്ടപ്പോൾ വണ്ടർ അടിച്ചു പോയി. താങ്ക്സ് പറഞ്ഞതാ. താങ്ക്സ് എന്ന് പോലും പറയാൻ വയ്യ, അതിന് പകരം ടാ. പക്ഷെ അതിന് വേറൊരു എക്സ്പാൻഷൻ കണ്ടത് ഞാൻ സെർച്ച് ചെയ്തപ്പോൾ താങ്ക്സ് അഗെയിൻ നമ്മൾ പറയില്ലേ, അതായത് ഇപ്പോൾ ഒരു പ്രാവശ്യം താങ്ക്സ് പറഞ്ഞു വീണ്ടും താങ്ക്സ് പറയുന്നതിന് പകരം താങ്ക്സ് അഗെയിൻ. അത് ഈ കുഞ്ഞു കുട്ടികളെയൊക്കെ താങ്ക് യു പറയാനായിട്ട് ബുദ്ധിമുട്ട്, ഇപ്പം ഫസ്റ്റ് ടൈം ഇവരിങ്ങനെ സംസാരിച്ച് തുടങ്ങുന്ന സമയത്ത് അവര് എല്ലാ വാക്കുകളും ഒന്നും മൊത്തമായിട്ട് പറയില്ലല്ലോ. അപ്പൊ അങ്ങനെ പറഞ്ഞ് പഠിപ്പിക്കുന്ന ആ ഒരു വേർഡും കൂടെ ആണെന്നും അതിനകത്തുള്ള എക്സ്പ്ലനേഷൻസ് ഉണ്ട്. അപ്പോൾ TA എന്ന് പറഞ്ഞാൽ ടാ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ താങ്ക്സ് അഗെയിൻ അല്ലെങ്കിൽ താങ്ക് യു എന്നുള്ള മീനിങ്ങിലാണ് ടാ പറയുന്നത് കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ അപ്പാർട്ട്മെന്റിലാണ്. അപ്പൊ നമ്മൾ ലിഫ്റ്റ് ഒക്കെ നമ്മൾ ആർക്കെങ്കിലും വേണ്ടിയിട്ട് ലിഫ്റ്റ് ഒക്കെ വെയിറ്റ് ചെയ്യുവാണ്, അതല്ലെങ്കിൽ ഡോറൊക്കെ മെയിൻ കോമൺ ഡോറുകളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഓപ്പൺ ചെയ്തൊക്കെ നമ്മൾ വെയിറ്റ് ചെയ്യുമല്ലോ, അപ്പൊ അവരും കൂടെ പോന്നോട്ടെ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെയൊക്കെ വെക്കുമ്പോ ടാ മേറ്റ്,
അപ്പൊ നമ്മൾ വിചാരിക്കും ഇത് എന്താ ഇവർ ഉദ്ദേശിക്കണേ. അങ്ങനെയാണ് കേട്ടോ ഞാൻ ഈ വേർഡ്സിനെ പറ്റിയിട്ടുള്ള റിസർച്ച് കൂടുതൽ നടത്തിയത്. ഇതുപോലെയുള്ള കുറെ വേർഡ്സ് നമ്മൾ പലപ്പോഴായിട്ട് കേൾക്കാനായിട്ട് ഇട വന്നിട്ടുണ്ട്. അപ്പൊ ഈ ടാ ഒരുപാട് കേൾക്കാൻ പറ്റും. നമ്മൾ പ്രത്യേകിച്ച് നമ്മൾ അതൊരു അൺഒഫീഷ്യൽ വേ ഓഫ് സേയിങ് താങ്ക് യു ആണെന്നും കൂടെ പറയുന്നുണ്ട്. അതായത് ഇപ്പൊ നമ്മൾ ഇങ്ങനെ റാൻഡം ആയിട്ട് ആൾക്കാരെ മീറ്റ് ചെയ്യണോ, അല്ലെങ്കിൽ നമ്മൾ അവർക്ക് വേണ്ടി എന്തെങ്കിലും ഒരു ഇപ്പൊ ലൈക്ക് ഡോർ ഓപ്പൺ ചെയ്യുന്നു, അല്ലെങ്കിൽ ലിഫ്റ്റ് വെയിറ്റ് ചെയ്യുന്നു, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ അവരിങ്ങനെ ജസ്റ്റ് പറയണു ടാമേറ്റ്, അങ്ങനെ പറയാം. അപ്പൊ താങ്ക് യു എന്നാണ് അതിനുള്ള ഒരു മീനിങ്. ഇത് നിങ്ങൾ ഒരുപാട് കേൾക്കാനുള്ള ചാൻസ് ഉണ്ട്. നമ്മളിപ്പോ എവിടെ ഷോപ്പിലൊക്കെ പോവാണെങ്കിൽ പോലും ഈ ഒരു ടാ വേർഡ് കേൾക്കാം. വേർഡ് എന്ന് പറയുന്നത് നമ്മൾ ഒരിക്കലും എക്സ്പെക്ട് ചെയ്യാത്ത മീനിങ് ഉള്ള ഒരു വേർഡാണ് കേട്ടോ. ചോക്ക് എ ബ്ലോക്ക്. ചോക്ക് എ ബ്ലോക്ക്. CHOCK ബ്ലോക്ക്. ചോക്ക് എ ബ്ലോക്ക്. ചോക്ക് എ ബ്ലോക്ക് എന്തായിരിക്കും? നിങ്ങൾക്ക് ആർക്കെങ്കിലും ഗസ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? എന്ന് പറഞ്ഞാൽ ഭയങ്കര തിരക്കാണ്, അല്ലെങ്കിൽ ഫുള്ളി ക്രൗഡഡ്. അതാണ് അതിന്റെ അർത്ഥം. ഫുള്ളി ക്രൗഡഡ് അല്ലെങ്കിൽ വെരി ഫുൾ എന്നൊക്കെയുള്ളൊരു മീനിങ് ആണ്. ഭയങ്കര തിരക്കാണ് എന്നുള്ള മീനിങ്ങിലാണ് ഈ ചോക്ക് എ ബ്ലോക്ക് ഉപയോഗിക്കുന്നത്. ഇതിൽ നിന്ന് തന്നെ ഇതിനെ വീണ്ടും ഒരു കുഞ്ഞാക്കിയിട്ട് പറയുന്നത് ചോക്കേഴ്സ്. അപ്പൊ അത് ഡിഫറെന്റ് കൈൻഡ് ഓഫ് സെന്റൻസസിലാണ് അത് യൂസ് ചെയ്യണത്. പക്ഷെ അതിന്റെ രണ്ടിന്റെ മീനിങ് ഇതാണ്. അതായത് അവിടെ കുത്തി നിറയ്ക്കുക എന്നൊക്കെ പറയില്ലേ, അതുപോലത്തെ, അല്ലെങ്കിൽ തിങ്ങി നിറഞ്ഞ എന്നൊക്കെ മലയാളം മീനിങ്ങിൽ നമുക്ക് പറയാനായിട്ട് പറ്റും. ആ ഒരു മീനിങ് ആണ് ഈ ചോക്കേഴ്സ് അല്ലെങ്കിൽ ചോക്ക് എ ബ്ലോക്ക് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഈ ഒരു ചോക്ക് എ ബ്ലോക്കിന്റെ ഒരു വീണ്ടും ഒരു ഷോർട്ട് ഫോം ആണ് ചോക്കേഴ്സ് എന്ന്. എനിക്ക് തോന്നുന്നു ഇപ്പൊ തന്നെ നിങ്ങൾക്ക് തല പെരുത്തിട്ടുണ്ടാവില്ലേ, കുറെ വേർഡ്സ് കേട്ടില്ലേ. ഇനി വേണമെങ്കിൽ സെക്കൻഡ് പാർട്ടായിട്ട് കുറച്ചും കൂടെ ഞാൻ ചെയ്യാട്ടോ. ഒരുപാടുണ്ട് ഇങ്ങനത്തെ, ഒരുപാട് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വേർഡ്സ് ഉണ്ട്. ഇനി നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യുന്നതിന് മുമ്പായിട്ട്, ഇതിപ്പോ നമ്മൾ പറഞ്ഞെല്ലാം നല്ല നല്ല വേർഡ്സ് ആയിരുന്നു, നമുക്ക് ഡെയിലി നമ്മൾ കേൾക്കുന്ന വേർഡ്സ് ആണ്. ഇതേപോലെ നമ്മൾ ഡെയിലി കേൾക്കാൻ ചാൻസ് ഉള്ള വേറൊരു വേർഡ് ഉണ്ട്, പക്ഷെ അത് അത്ര നല്ല വേർഡ് അല്ല കേട്ടോ. അതായത് ഇപ്പൊ നമ്മൾ UK ആണെങ്കിൽ നമുക്കറിയാം ഇവര് F കൂട്ടിയുള്ള ആ വേർഡ്, ഞാൻ പറയുന്നില്ല, അത് ഒരുപാട് യൂസ് ചെയ്യുന്നത് കേട്ടിട്ടുണ്ട് അല്ലെ. അപ്പൊ അവർ എന്തിനും, തൊട്ടേനും പിടിച്ചതിനും എല്ലാത്തിനും. അപ്പൊ നമുക്കത് ഭയങ്കര ബാഡ് വേർഡ് ഒരു ഇമേജ് അത് തരുന്നത്. നമുക്കത് ഫസ്റ്റ് ഒക്കെ കേൾക്കുമ്പോൾ ഭയങ്കര അനോയിങ് ആയിരുന്നു. പിന്നെ പിന്നെ അത് കേട്ട് 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 അത് അത്ര വലിയൊരു സംഭവമായിട്ട് തോന്നാറില്ല. അതേപോലെ തന്നെയാണ് വേറൊരു വേർഡ്. അപ്പൊ ഈ ഒരു വേർഡ് ഞങ്ങൾക്ക് UK വെച്ചിട്ട് ഭയങ്കര അബ്യൂസീവ് ആയിട്ടുള്ളൊരു പേഷ്യന്റ് ഉണ്ടായിരുന്നു. അപ്പൊ എന്റെ കൂടെ വർക്ക് ചെയ്തവരാരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ ആരെയാണ് ഉദ്ദേശിക്കുന്നതെന്ന്. ഒരു പുള്ളി ഉണ്ടായിരുന്നു. ആ പുള്ളിക്കാരൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫുൾ ചീത്തയാണ്. ചീത്ത എന്ന് പറഞ്ഞാൽ നമുക്ക് പകുതി നമുക്ക് മനസ്സിലാവില്ലാത്തതുകൊണ്ട് കുഴപ്പമില്ല, പക്ഷെ സ്റ്റിൽ. അപ്പൊ ഒരു പ്രാവശ്യം ഞങ്ങൾ ഇതുപോലെ കെയർ കൊടുക്കാനായിട്ട് നിന്ന സമയത്ത് ഈ പുള്ളി ഈ ഒരു വേർഡ് യൂസ് ചെയ്തു. എനിക്ക് അതിന്റെ അർത്ഥം മനസ്സിലായേ ഇല്ല. അപ്പൊ ഞാൻ വിചാരിച്ചു ഇയാൾ എന്താ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എനിക്ക് മനസ്സിലാവാത്തതുകൊണ്ട് എനിക്ക്. പക്ഷെ എന്റെ കൂടെ ഉണ്ടായിരുന്ന കൊളീഗ്സ് അവര് ഇംഗ്ലീഷുകാരായിരുന്നു. അവരെല്ലാം എന്നുള്ള രീതിയിലായി. അതേപോലെ പുള്ളിനോട് പറഞ്ഞു സ്റ്റോപ്പ് സേയിങ് ദാറ്റ്, യു ഷുഡ് നോട്ട് യൂസ് ദാറ്റ് വേർഡ് എന്നുള്ള രീതിയിൽ പുള്ളിനെ, ആ പേഷ്യന്റിനെ ചീത്ത വിളിച്ചു. അവര് ചീത്ത പറഞ്ഞു, അതായത് ചീത്ത ഇൻ ദ സെൻസ് അവരെ സ്റ്റോപ്പ് ചെയ്തു. അപ്പോഴും അയാൾ ഇങ്ങനെ ഭയങ്കര ദേഷ്യത്തിലാണ്. അതെന്താ വേർഡ് എന്നറിയോ? ബഗർ. അപ്പം F വേർഡിന്റെ ഒരു മീനിങ് തന്നെയാണ് ഈ ഒരു ബഗർ. പക്ഷെ ഇവിടെ ഇവര് പറയണത് അത് പല രീതിയിൽ യൂസ് ചെയ്യാന്ന്. അതായത് ബഗർ എന്നുള്ള എക്സാക്ട് മീനിങ് വരുന്നത് ഈ പ്രകൃതി വിരുദ്ധമായിട്ട് മറ്റേ സെക്സ് ചെയ്യുന്ന ആളുകളെയൊക്കെയാണ്. അതിപ്പോ എന്താണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. അപ്പൊ അതിനെയാണ് ഈ ഒരു വേർഡ് കൊണ്ട് യൂസ് ചെയ്യാൻ, മീൻസ് ശരിക്കും അതിന്റെ ഇംഗ്ലീഷ് മീനിങ് അതാണ് ഈ ബഗർ എന്നുള്ള വേർഡ്. പക്ഷെ ഇത് ഇവിടെ ഇവര് പറയുന്നത് അവർക്ക് വെർബായിട്ട്, നൗണായിട്ട്, അല്ലെങ്കിൽ എക്സ്ക്ലമേഷൻ ആയിട്ടും യൂസ് ചെയ്യുന്നതാണ്. 3 ഫോംസിൽ യൂസ് ചെയ്യുക. അതായത് സിറ്റുവേഷൻ അനുസരിച്ചിട്ട് നമ്മൾ അതിന്റെ മീനിങ് മനസ്സിലാക്കി എടുക്കണം. ദേഷ്യപ്പെട്ടിട്ട് പറയാം. അതായത് ഇപ്പൊ നൗൺ ആയിട്ട് പറയാന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇപ്പൊ ഒരാളിനെ വാട്ട്സ് ദാറ്റ് ബഗർ ഡൂയിങ് ദേ, അത് നമുക്ക് ഇഷ്ടപ്പെട്ടില്ല, അയാൾ എന്താ അവിടെ കാണിക്കണേ എന്നുള്ള രീതിയിൽ നമുക്ക് ചോദിക്കാം. അത് അത്ര നല്ല വേർഡ് അല്ല, പക്ഷെ എന്നാലും അത്രയ്ക്ക് ബാഡ്, F പറയുന്ന പോലത്തെ അത്രയും ബാഡും അല്ല എന്നാണ് പറയുന്നത്. പിന്നെ വേർബായിട്ട് യൂസ് ചെയ്യാം. വേർബായിട്ട് യൂസ് ചെയ്യുമ്പോൾ ദ ബഗർ സം വൺ എന്ന് പറഞ്ഞാൽ ആ ഒരു അയാള് എന്തോ വൃത്തികേട്, മീൻസ് ചീത്ത രീതിയിൽ കാണിച്ചു. അതായത് എന്താ, ഇതിപ്പോ മലയാളത്തിൽ അത് പറഞ്ഞ് മനസ്സിലാക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടാണ്. ഞാൻ എങ്ങനെയൊക്കെ ട്രൈ ചെയ്തിട്ടും എനിക്കത് പറ്റുന്നില്ല. പക്ഷെ അത് അതേപോലെ തന്നെ എക്സ്ക്ലമേഷൻ ആയിട്ട്, അതായത് ഇപ്പം കുഞ്ഞു കുട്ടികളുടെ അടുത്തൊക്കെ ഇവർ ഈ വേർഡ് യൂസ് ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത്. അതായത് ഇപ്പൊ വാവ്, നീ നല്ലതായിട്ട് ചെയ്തു, അങ്ങനെയുള്ള രീതിയിലും ഈ ഒരു സംഭവം യൂസ് ചെയ്യാറുണ്ട് എന്നാ പറയുന്നത്. ഞാൻ പറ്റുവാണെന്നുണ്ടെങ്കിൽ കുറച്ച്, കാരണം ഇത്
പറയാൻ നമുക്ക് ഒരു ബുദ്ധിമുട്ട് തോന്നും ഈ വേർഡ് കൂടുതൽ യൂസ് ചെയ്യാനായിട്ട്. കാരണം നമ്മൾ അങ്ങനെ ശീലിച്ചിട്ടില്ലാത്തതുകൊണ്ട് തന്നെ നമുക്കത് ഒരു ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ ഞാൻ പറ്റുവാണെന്നുണ്ടെങ്കിൽ 3 കൈൻഡ് ഓഫ് സെന്റൻസുകൾ, അതായത് നൗണ്, വെർബും എക്സ്ക്ലമേഷൻ രീതിയിലുള്ള സെന്റൻസുകൾ ഞാൻ ഇവിടെ കൊടുത്തേക്കാം കേട്ടോ. കാരണം അത് ഇച്ചിരി ബുദ്ധിമുട്ടാണ് നമുക്കത് പറഞ്ഞൊപ്പിക്കാനായിട്ട്. നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. ഒരു മലയാളി എന്ന നിലയിൽ എനിക്ക് കുറെ പരിമിതികളുണ്ട് ഇവര് പറയുന്ന പല വാക്കുകളും ആ ഒരു സ്ലാങ്ങിൽ നമുക്ക് പറഞ്ഞൊപ്പിക്കാനായിട്ട്. അതേപോലെ തന്നെയാണ് ഇപ്പൊ ഞാൻ ഈ പറഞ്ഞ അത്രയും വേർഡുകൾ നമ്മൾ ഓരോ സിറ്റുവേഷൻ അനുസരിച്ചിട്ട് അതിന്റെ മീനിങ് മനസ്സിലാക്കി എടുക്കാനുള്ള ആ ഒരു സംഭവം നമുക്ക് വേണം. കാരണം ഒരേ വേർഡ് തന്നെ പല രീതിയിൽ നമുക്ക് മാറ്റിയെടുക്കാനായിട്ട് പറ്റും. ഇപ്പൊ ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ മലയാളം തേപ്പിന്റെ കാര്യം, അവരിപ്പോ ഭിത്തി തേച്ചു കഴിഞ്ഞു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ, അല്ലെങ്കിൽ തുണി തേച്ചു എന്ന് പറഞ്ഞാൽ അയൺ ചെയ്ത് കഴിഞ്ഞു. അതേസമയം അവൻ അവളെ തേച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവളെ ഇങ്ങനെ അയൺ ചെയ്തു എന്നല്ലല്ലോ, അല്ലെങ്കിൽ അവളെ സിമെന്റ് ഇട്ട് തേച്ചു എന്നല്ലല്ലോ അർത്ഥം. അപ്പൊ സെയിം വേയിലാണ് ഓരോ വാക്കിനും അതിൻ്റെതായ സിറ്റുവേഷൻ അനുസരിച്ചിട്ടുള്ള മീനിങ്സ് ഉണ്ട്. പക്ഷെ ഏകദേശം എല്ലാം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അതായത് ഈ ഒരു വേർഡ് ഇവർ പറയണത് ഇൻഫോർമൽ വേ ഓഫ് അബ്യൂസ് എന്നാണ് പറയുന്നത് കേട്ടോ. അതായത് ആരെങ്കിലും ചീത്ത വിളിക്കണം തോന്നിക്കഴിഞ്ഞാൽ അത് ദേഷ്യത്തിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അബ്യൂസ് ആണ്, ആശ്ചര്യത്തോടെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ആശ്ചര്യപ്പെട്ട് പറയുന്നു. ആ ഒരു സിറ്റുവേഷൻ അനുസരിച്ചിട്ട് ആ ഒരു വേർഡിന്റെ മീനിങ്ങും മാറും എന്നാണ് പറയുന്നത്. പക്ഷെ അതിന്റെ കൂടുതൽ ഞാനിങ്ങനെ കുറെ നോക്കിക്കഴിഞ്ഞപ്പം ആരും തന്നെ അത് അത്രയ്ക്ക് ബാഡ് വേർഡ് ആണ് എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടില്ല. പക്ഷെ UK വെച്ചിട്ട് ഞാൻ ആ വേർഡ് കേട്ട സമയത്ത് എൻ്റെ കൂടെ ചുറ്റിനും ഉണ്ടായിരുന്നവരെല്ലാവരും തന്നെ അത് ഭയങ്കര ബാഡ് വേർഡ് ആയിട്ട് തന്നെയാണ് ആ ഒരു വേർഡിനെ എടുത്തിട്ടുണ്ടായിരുന്നത്. ഇനിയിപ്പം ഇംഗ്ലീഷുകാരുടെ ഇടയിൽ അത് ഭയങ്കര ബാഡ് വേർഡ് ആണോ എന്നുള്ളത് എനിക്കറിയില്ല. പക്ഷെ ഇവിടെ ഇവർ പറയുന്നത് അത് അത്രയ്ക്ക് വലിയൊരു ബാഡ് വേർഡ് അല്ല. പക്ഷെ അത് സ്റ്റിൽ ഇറ്റ്സ് നോട്ട് എ ഗുഡ് ഫ്രെയിം ടു യൂസ് ആസ് വെൽ. അപ്പൊ അതാണ് ഈ ഒരു വേർഡിന്റെ. എനിക്ക് തോന്നുന്നു ഇന്ന് ഇത്രയും മതി പഠിച്ചതല്ലേ. നിങ്ങൾക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയെന്നുള്ളത് കമന്റ് ചെയ്യണം കേട്ടോ. അതേപോലെ നിങ്ങൾ ഇതുപോലെയുള്ള വേറെ ഏതെങ്കിലും വേർഡ്സ് ഒക്കെ കേട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിന്റെ മീനിങ് ഒക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടും കൂടെ ഈ വീഡിയോയുടെ താഴെ കമന്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മറ്റുള്ളവർക്കും എനിക്കും അത് ഒരു ലേണിംഗ് എക്സ്പീരിയൻസ് ആയിരിക്കും. ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെയുള്ള പുതിയ പുതിയ വാക്കുകളൊക്കെ പഠിക്കാനായിട്ട്. പക്ഷെ ഇതിന്റെ ഇൻട്രസ്റ്റിംഗ് വശം എന്താണെന്നറിയോ, ഞാൻ എൻ്റെ മോളുടെ അടുത്ത് ഈ വേർഡ്സ് ഒക്കെ ഡിസ്കസ് ചെയ്തു കേട്ടോ. അവർക്ക് ഇതിന്റെ എല്ലാം മീനിങ് അറിയാമെന്നുള്ളതാണ്. അതായത് അവൾക്ക് ആകെപ്പാടെ അറിയില്ലാതിരുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോട്ടിലോ എന്താണെന്ന് അറിയില്ലായിരുന്നു, പിന്നെ എസ്കി എന്താണെന്ന് അറിയില്ലായിരുന്നു. ബാക്കിയെല്ലാം തന്നെ അവൾ എൻ്റെ അടുത്ത് പറഞ്ഞു, അവൾ ഇങ്ങോട്ട് പറഞ്ഞു. അപ്പൊ ഇവര് ഇതുപോലെയുള്ള പല വേർഡ്സും ഇവര് യൂസ് ചെയ്യുന്നുണ്ട്. ഇവര് കേട്ട് അങ്ങനെയുള്ള വേർഡ്സ് യൂസ് ചെയ്യുന്നുണ്ട്. ഇവര് നമ്മുടെ അടുത്ത് പറയുമ്പോൾ നമുക്ക് മനസ്സിലായിക്കോണമെന്നില്ല. അപ്പോൾ അതാണ് ഇന്നത്തെ ഒരു വീഡിയോ. ഇവിടെ വൈൻഡപ്പ് ചെയ്യാം നമുക്ക്. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവര് സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യണം. ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്കും കൂടെ തന്ന് നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടെ ഓർക്കണം കേട്ടോ. അപ്പൊ അത്രയേ ഉള്ളൂ. മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.